എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 2026 വിഷുഫലമാണ്. 2026 ഏപ്രിൽ 14 രാവിലെ 9:34 ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് ഗ്രഹസംക്രമണം നടത്തുകയാണ്. മേടൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ മാറ്റം വളരെയധികം മാറ്റങ്ങൾ പ്രപഞ്ചത്തിലും ഒപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിലും വരുത്തുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ വിഷയം 2026 വിഷുഫലമാണ്. വിഷുഫലത്തെക്കുറിച്ച് പറയുമ്പോൾ വിഷുഫലം ഒരിക്കലും ഗോചരാലുള്ള വ്യാഴത്തിൻ്റെയോ ശനിയുടെയോ നിൽപ്പനുസരിച്ചല്ല ഗണിക്കപ്പെടുന്നത് എന്ന് മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക. ചിലപ്പോൾ കണ്ടകശനി, അഷ്ടമശനി ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമെന്നുണ്ടെങ്കിലും വിഷുഫലം ഗണിക്കപ്പെടുന്നത് വിഷു സംക്രമണം നടത്തുന്ന ആ സംക്രമ പുരുഷൻ്റെ അവസ്ഥ വെച്ചിട്ടാണ്. അതായത് സൂര്യൻ്റെ അവസ്ഥ വെച്ചിട്ട് തന്നെയാണ് വിഷുഫലം ഗണിക്കപ്പെടുന്നത്. വിഷുഫലം ഗണിക്കപ്പെടുന്നത് ശൂലം എന്ന രീതിയിലും ഷഡ്ഗം എന്ന രീതിയിലുമാണ്. അതായത് ഷഡ്ഗം എന്ന് പറയുമ്പോൾ 18 നക്ഷത്രങ്ങൾ, ആദ്യ ഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം എന്നിങ്ങനെ 6 നക്ഷത്രങ്ങൾ വീതം 18 നക്ഷത്രങ്ങളാണ് ഷഡ്ഗത്തിൽ വരുന്നത്. എന്നാൽ ശൂലത്തിൽ വരുന്നത് 3 നക്ഷത്രം വെച്ച് 9 നക്ഷത്രങ്ങളും. ഈ വിഷുഫലത്തെക്കുറിച്ച് പറയുമ്പോൾ 18 നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നുണ്ട്. ആ 18 നക്ഷത്രക്കാർ വരുന്നത് ആദ്യ ഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം എന്നിങ്ങനെയാണ്. ശൂലത്തിൽ വരുന്ന 9 നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര ഗുണപ്രദവുമല്ല. അപ്പം ഇന്നത്തെ രാശിയിൽ ഏതൊക്കെയാണ് 18 നക്ഷത്രക്കാർ, വിഷുഫലം മൂലം വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ 18 നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും അവരുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് വിശദീകരിക്കപ്പെടുന്നത്. ആദ്യ ഷഡ്ഗത്തിൽ വരുന്ന 6 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി. ഈ നക്ഷത്രക്കാർ ആദ്യ ഷഡ്ഗത്തിൽ വരുന്നവരാണ്. ഇവരെ സംബന്ധിച്ച് വിഷുഫലം വളരെ അനുകൂലമാണ്. വളരെ അനുകൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവാഭീഷ്ട സിദ്ധി, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം. അതോടൊപ്പം സൽകീർത്തി, സർവകാര്യ വിജയം എന്നിങ്ങനെ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വിഷുഫലമാണ് വരുന്നത്. ഇവർ ഏത് കാര്യത്തിന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പല കാര്യങ്ങൾക്കായിട്ട് കാത്തിരുന്നിട്ട് അത് നടക്കാതെ പോയിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഏതെങ്കിലും വിധത്തിൽ നടന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ എന്താണോ ഇവർ ആഗ്രഹിക്കുന്നത് പോലെ നടന്നു കിട്ടുന്ന ഒരു ഫലമാണ് വരുന്നത്. അടുത്തത് സൽകീർത്തിയാണ്. ഇവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യുന്നതൊക്കെ വേണ്ട രീതിയിൽ അംഗീകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രകീർത്തിക്കപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ ഇവർക്ക് ഏത് കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ടായാലും എന്തൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് സൽകീർത്തി ഉണ്ടാകും. മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ മാറുകയും ചെയ്യും. മറ്റൊന്ന് സർവകാര്യ വിജയമാണ്. ഇവരെന്ത് വിചാരിക്കുന്നോ, എന്താണ് ഇവരെ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും അതിനകത്തൊക്കെ വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് വിഷുഫലത്തിലൂടെ വരുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അനുബന്ധമായിട്ട് പറയേണ്ടത് കർമ്മ പുരോഗതിയാണ്. കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും തൊഴിലാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. ഏത് കർമ്മമേഖല ആയിക്കോട്ടെ, ആ കർമ്മമേഖലയിൽ അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത ഒക്കെ വന്നു ചേരുന്ന ഒരു വിഷുഫലമാണ് വരുന്നത്. കൂടാതെ
വിവാഹാദി കാര്യങ്ങൾ, വിവാഹം ആഗ്രഹിക്കുന്നവർക്ക്, പലതരത്തിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം മാറി വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാനും വിവാഹം നടക്കാനും കഴിയുന്നൊരു സമയമാണ്. കൂടാതെ ഗൃഹനിർമ്മാണം, ഗൃഹപ്രവേശനം തുടങ്ങിയവയ്ക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വിഷുഫലമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്ന് ചേരാൻ പോകുന്നത്. അതുകൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ പ്രത്യേകം അംഗീകാരങ്ങളും അഭിമാനകരമായ നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന വളരെ അനുകൂലമായിട്ടുള്ള ഒരു വിഷുഫലമാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, വിഷുഫലം ചാരവശാലുള്ള ശനി, വ്യാഴം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയല്ല പറയുന്നതെന്നും മനസ്സിലാക്കുക. ഈ 6 നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു വിഷുക്കാലവും വിഷുഫലവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത 6 നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മധ്യഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രക്കാരാണ്. ഈ മധ്യഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം എന്നീ 6 നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ബഹുമാനം കിട്ടുക. ലോക ബഹുമാനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ രാജ്യങ്ങളിലും നമ്മളെ ബഹുമാനിക്കുമെന്നല്ല. ജനങ്ങളുടെ ഇടയിൽ വളരെയധികം അംഗീകാരവും ബഹുമാനവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ വിഷുഫലത്തിലൂടെ വന്നു ചേരുന്നത്. പിന്നെ സ്ഥാനലബ്ധി. അപ്പോൾ ബഹുമാനം കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ പുറകെ വരുന്ന മറ്റൊന്നാണ് സ്ഥാനലബ്ധികൾ. അതിപ്പോൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്കൊരു പ്രത്യേക സ്ഥാനലബ്ധിയും അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. മറ്റൊന്ന് ജനപ്രീതിയാണ്. ജനങ്ങളുടെ അംഗീകാരം, നമ്മൾ എന്തൊരു പ്രവർത്തനത്തിൽ മുഴുകിക്കഴിഞ്ഞു കഴിഞ്ഞാലും ജനങ്ങളുടെ അംഗീകാരം കൂടുതലായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൂടാതെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് ഏറ്റവും നല്ല കാലമാണ്. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർ, ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടത് അംഗീകാരവും സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനവും ഒക്കെയാണ്. അതൊക്കെ ഈ രാഷ്ട്രീയ രംഗവുമായി നിൽക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഇതിലൂടെ വന്ന് ചേരുന്ന സമയമാണ്. ഇനി ഉയർച്ച, അതായത് അവർക്ക് പടിപടിയായിട്ട് ഉയർച്ചയും സ്ഥാനമാനങ്ങളും വന്നു ചേരും. പിന്നെ സൗഹൃദം കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വിഷുഫലമാണ്, ഒരു വർഷക്കാലമാണ്. സൗഹൃദം കൊണ്ട് പലതരത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യവും സഹായവും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലമാണ്. അംഗീകാരം എല്ലാ രീതിയിലും ഉണ്ടാകും. അതായത് കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിലും വളരെയധികം അംഗീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. കലാകാരന്മാരായാലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു കാലയളവാണ് ഈ ഒരു വർഷക്കാലം. വിഷുഫലത്തിലൂടെ ഈ മധ്യഷഡ്ഗത്തിൽ വരുന്ന ഈ 6 നക്ഷത്രക്കാർ, അതായത് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വിഷു ആശംസിക്കുന്നു. ഇനി വിഷുഫലം മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന അന്ത്യഷഡ്ഗത്തിലുള്ള 6 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പ്രതിപാദിക്കുന്നത്. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് അന്ത്യഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വിഷുഫലം കൊണ്ട് അവർക്ക് കിട്ടുന്നത് നേതൃഗുണമാണ്. അതായത് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും ഏത് രംഗത്തുള്ളവരായാലും ഒരു നേതൃഗുണം, മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവും ഗുണവും അംഗീകാരവും കൂടുതലായിട്ട് വന്ന് ചേരുന്ന സമയമാണ്. കൂടാതെ
മേലധികാരികളുടെ പ്രീതി. നമുക്കറിയാം പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെവിടെ ജോലി ചെയ്താലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്താലും ഒക്കെ മേലധികാരികളിൽ നിന്ന് അംഗീകാരവും പ്രീതിയും കിട്ടുക ദുഷ്കരമാണ്. പലപ്പോഴും അത് കിട്ടാത്തതിലുള്ള മനോവിഷമങ്ങൾ ഉണ്ടാവും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം മാറി മേലധികാരികളുടെ അംഗീകാരം അല്ലെങ്കിൽ പ്രീതി കിട്ടും. അതുകൊണ്ട് തന്നെ ഇവർക്ക് അധികാരപ്രാപ്തി ഉണ്ടാവും. അധികാര സ്ഥാനങ്ങളിലേക്ക് ഈ നക്ഷത്രക്കാർ ഉയർത്തപ്പെടും എന്നുള്ളതും അറിയുക. കൂടാതെ അംഗീകാരം, അതായത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു, ഇപ്പോൾ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ആ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും സ്ഥാനമാനങ്ങളും പ്രമോഷനും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും അവരുടെ ബിസിനസ് ബന്ധം വളരെയധികം വിപുലീകരിക്കപ്പെടാനും അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്ന ഒരു സമയമാണ്. കൂടാതെ കുടുംബക്ഷേമം, അതായത് കുടുംബത്തോടൊപ്പം വളരെ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കാനും സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു വർഷഫലം എന്ന് പറഞ്ഞ വിഷുവർഷ ഫലമാണ് ഈ അന്ത്യശൂലത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്കും വന്ന് ചേരാൻ പോകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ തുടക്കത്തിലത് പറഞ്ഞു. അതായത് വിഷുഫലം ആ വിഷു സംക്രമണ പുരുഷൻ്റെ, അതായത് ആദിത്യൻ്റെ വിഷു ആ മേടത്തിലേക്കുള്ള രാശി സംക്രമണത്തെ അടിസ്ഥാനമാക്കിയാണ് പറയപ്പെടുന്നത്. അല്ലാതെ ജാതകവശാലോ ചാരവശാലോ ഉള്ള സമയങ്ങളെ ഒന്നും അടിസ്ഥാനപ്പെടുത്തിയല്ല. അപ്പോൾ ഈ 18 നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെയധികം ഗുണാനുഭവങ്ങൾ, അവർക്ക് ശനിദോഷമൊക്കെ ഉണ്ടെങ്കിലും വളരെയധികം ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.